പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ. വിശുദ്ധ മത്തായി അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം അധ്യായം 11 വാക്യം 28. നിന്നുള്ളിൽ സദാ ഞാൻ വസിക്കും, നിൻ ഹൃദയം ഏവം ഞാൻ ആസ്വദിക്കും. നിന്നുള്ളിൽ സദാ ഞാൻ വസിക്കും, നിൻ ഹൃദയം ഏവം ഞാൻ ആസ്വദിക്കും. പ്രത്യാശയോടെ ഞാൻ മറഞ്ഞിരിക്കും, മൃത്യുവിനെ ജയിച്ചവനാണല്ലോ നീ. ഈശോയെ നന്ദി. അവിടുത്തെ ആഹ്വാനമനുസരിച്ച് ഞങ്ങളിതാ വന്നിരിക്കുന്നു അങ്ങിൽ വസിക്കാൻ. ഓ ജീവൻ്റെ അപ്പമേ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ഞാൻ ശാന്തശീലനും വിനീത ഹൃദയനുമാകയാൽ എൻ്റെ നുകം വഹിക്കുകയും എന്നിൽ നിന്ന് പഠിക്കുകയും ചെയ്യുവിൻ. അപ്പോൾ നിങ്ങൾക്ക് ആശ്വാസം ലഭിക്കും. വിശുദ്ധ മത്തായി അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം അധ്യായം 11 വാക്യം 29. ഈശോയെ അവിടുന്ന് വാഗ്ദാനം ചെയ്തിട്ടുണ്ടല്ലോ, അവിടുത്തെ പരിശുദ്ധാത്മാവ് ഞങ്ങളെ എല്ലാ കാര്യങ്ങളും പഠിപ്പിക്കും. ഇതാ അവിടുന്ന് ഞങ്ങളെ അവിടുത്തെ ഹൃദയത്തിൽ സ്വീകരിക്കുമ്പോൾ അങ്ങിൽ നിന്ന് ഞങ്ങൾ പഠിക്കുന്നു. അവിടുത്തെ ആത്മാവിന് ഞങ്ങൾ വിധേയരാകുന്നു. നിന്നിൽ നിന്നു ഞാൻ പഠിക്കും, പരിശുദ്ധാത്മാവെന്നെ പഠിപ്പിക്കും. നിന്നിൽ നിന്നു ഞാൻ പഠിക്കും, പരിശുദ്ധാത്മാവെന്നെ പഠിപ്പിക്കും. നിൻ വചനം ഞാൻ പകർന്നു നൽകും, നിൻ സാക്ഷിയായി എങ്ങുമെന്നും നിന്നോടൊപ്പം. ഈശോയെ നന്ദി. അങ്ങിൽ നിന്ന് പഠിക്കാൻ, അവിടുത്തോട് കൂടിയായിരിക്കാൻ, അവിടുത്തോടൊപ്പം എങ്ങും പോകാൻ ഞങ്ങളെ ബലപ്പെടുത്തണമേ, അഭിഷേകം ചെയ്യണമേ. എന്തെന്നാൽ എൻ്റെ നുകം വഹിക്കാൻ എളുപ്പമുള്ളതും ചുമട് ഭാരം കുറഞ്ഞതുമാണ്. വിശുദ്ധ മത്തായി അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം അധ്യായം 11 വാക്യം 30. നിൻ ശിശുവായി ഞാനെന്നും വളരും, താഴ്മയോടെ നിൻ ഹൃത്തിൽ ഉയരും. നിൻ ശിശുവായി ഞാനെന്നും വളരും, താഴ്മയോടെ നിൻ ഹൃത്തിൽ ഉയരും. നിൻ ഹൃദയം എത്ര മധുരം, പോഷണം മധുരമാം വചനം. പോഷണം മധുരമാം വചനം, പോഷണം മധുരമാം നിൻ വചനം. പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. ആമേൻ.